पालय पाहि परिपालय परमेशी कमलालय श्रीदेवी कुरिपिंचवे करुणांबुरासी धीं तारा धीं धीं तारा जतुलतो प्राणमे नाट्यं चेसे गतुलतो नाम शतं मूल नतुलतो ना पैननी चुकुआ पेला धीं तारा धीं धीं तारा जतुलतो प्राणमे नाट्यं चेसे गतुलतो नाम शतं मूल नतुलतो ना पैननी चूपु आपेला शरणन्तिने जननी नाद विनोदिनी भुवन पालिनी वे अनाथ रक्षण निविधि कादटे मोरविनी चेरवटे लटपट कमर दामिनी अधर रागिनी हो लटपट कमर दामिनी अधर रागिनी मेरे दर आई कैसे सजी धजी देखो मेरे पिया की सांवरी जिया से बावरी मेरे अंगना में देखो आज खिला है चांद ये बाजे धुन झम झम झमाते जाओ तू नाच मन झम झम झमाते जाओ ये बाजे धुन झम झम झमाते जाओ तू नाच मन झम झम झमाते जाओ पिंगा गपोरी पिंगा गपोरी पिंगा गपोरी पिंगा पिंगा गपोरी पिंगा गपोरी पिंगा गपोरी पिंगा दो नैन सितारे है चांद सा मुखड़ा क्या कहना उसका आफरीन दावत में जैसे हो शाही टुकड़ा उसके जैसी न कोई नाज़नीन शाही जोड़ा पहन के आई जो बन ठन के वही तो मेरी स्वीट हार्ट है Mama ba 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 ma ga re da da re da ga ga re ma ga ba ba ma da da ma ni da da ma ma da ma da ni da ni da la 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 DJ Alakara. மச்சான்
நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு நெத்தியில சத்து விட தோணுதடி எனக்கு ചെന്താമര പൂവിൻ കണ്ണല്ലേ ഞാവൽ കാനിരച്ചുണ്ടല്ലേ അമ്പിളി ചൊപ്പണി തൂമുഖമല്ലേ തുമ്പപ്പല്ലല്ലേ വാർക്കുണ്ടലു മേഘച്ചേലല്ലേ മാരണി മാതക പൂവല്ലേ ചന്ദനം രാഗിയം ഇഴകല്ലേ എണ്ണച്ചോടല്ലേ അയ്യോ പമ്മി 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 വന്ന പാട്ട് നിൽക്കാതെ ഇല്ല മുള്ളു വേലി കപ്പുറത്ത് നിൽക്കാതെ மண்ணம்மா தேய்ச்சி விட்ட சந்தனமா ஏத்தி வச்ச குங்குமமா பார்த்தேன்னு கண்ணால கேட்டேன்னு உன்ன போல ஆக்கி வச்சு கெஞ்சணுமா தூக்கி வச்சு கொஞ்சணுமா மண்ணம்மா கேக்குறிய பேச்சு நல்லா இல்ல மக்களை வச்சு நான் கவலை அடிக்க மச்சனை பார்த்து திக்கிறனே மச்சனை பார்த்து திக்கிறனே மச்சனை பார்த்து திக்கிறேன் அடி எத்தனை சொப்பன உன்னா சேர்த்து ராவ பார்த்து விக்கிறேன்னு இந்த ராத்திரி பார்த்து விக்கிறேன்னு சொல்லமானேனே சிக்கனு சிக்கனு வாராளே 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 முட்டனு முட்டனு தாராளே வாராளே அடிக்க கரும்பு கொத்தன வாராளே வாராளே உசிர எடுத்து வச்சுக்க வாராளே இது என்ன உடம்பா வெடக்கோழி குழம்பா புரியாம நான் பாக்குறேன் சமைச்சது சமைஞ்சது தாண்டா உனக்காக இல போடுறேன் ரெக்டர் வச்சு பார்த்தா நீ 10 அத்து குவேக்கு ஒட்டு மொத்தம் உடலாடுதே வெற்றி வச்சு போன ஒரு வாட்டர்மெலன் கேக்கு அக்கா வந்தா குளிராகுமே கெட் டுகெதர் வேணும் நாம கெட்டு போக அமாங்கா
സ്വാഗതം അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഡോക്ടർ ജെറോമിനെ എത്രയും സ്നേഹത്തോടെ ജൂൺ 26 നമ്മൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണമായിട്ട് ആചരിച്ചു വരുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ഈ ലഹരി വിരുദ്ധത അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റ് ഈ വർഷം കേരള പോലീസിലൂടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു. അതിന്റെ റിസൾട്ടൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പോലീസുകാരും ഇതിനെ സംയുക്തമായി സഹകരിക്കുന്നു, പങ്കെടുക്കുന്നു. വളരെയധികം ആളുകളെ നമുക്ക് എല്ലാ ദിവസവും കാണുന്നുണ്ട്, നമുക്ക് പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ വളരെയധികം ധീരമായി മുന്നോട്ട് പോകുന്ന പോലീസിന്റെ ഈ ഒരു സംരംഭത്തിന് ആദ്യമായി വളരെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം നമുക്ക് എന്താണ് നമ്മുടെ കൂടെ ദൗത്യം എന്ന് പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ടാണ് നമ്മൾ ജൂൺ 26 ആഘോഷിക്കുന്നത്. എന്തായാലും ലഹരിക്കെതിരെ നമ്മുടെ സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു പ്രോഗ്രാം കൊണ്ടുവരികയും ലഹരി മാഫിയകൾക്കെതിരെ നമുക്കറിയാം കേരളത്തിലുടനീളം അവരെ കണ്ടെത്തുകയും ശിക്ഷ കൊണ്ടുവരികയും ചെയ്യുകയാണ്. ഈ ലഹരി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും എത്രത്തോളം ബാധിക്കുന്നു എന്ന് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ കുട്ടികളാണെങ്കിലും നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും കൂട്ടുകാരാണെങ്കിലും എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെയോ ഒക്കെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. കഴിഞ്ഞ സന്ദേശം എന്ന രീതിയിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജൂലൈ 26 നമുക്കറിയാം. അതിനോടനുബന്ധിച്ച് ജില്ലാ ഹോമിയോ ആശുപത്രി, അതുപോലെ മുട്ടം പോലീസ് സ്റ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ മുട്ടം ഗ്രാമപഞ്ചായത്ത്, ഇവരുടെ IHRD NSS യൂണിറ്റ്, ഇത്രയും പേരുടെ സംയുക്ത ആഭിമുഖ്യത്തില് ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് നമ്മളിവിടെ നടത്തിയിരുന്നത്. നമുക്കറിയാം കുട്ടികൾ ഇവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. വളരെ മനോഹരമായ കളർഫുള്ളായ ഒരു ഡാൻസ് പോലെ മനോഹരമായ ഒരു ജീവിതത്തെയാണ്, മനോഹരമായി നടക്കേണ്ട ഒരു ജീവിതമാണ് ലഹരി, ഏതെങ്കിലും വിധത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന മൂലം തകരാറിലായി മാറുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം എത്ര നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു കുട്ടി മുതൽ വയോധികർ വരെയുള്ള ഒരു സമൂഹമാണ് ഏതെങ്കിലും വിധത്തിലുള്ള ലഹരിയുടെ ഉപയോഗം മൂലം നശിക്കപ്പെടുന്നതെന്ന്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പിന്മാറാനുള്ള ഒരു ഉദ്ബോധനമാണ് നമ്മൾ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും സമൂഹം, പഞ്ചായത്ത് തുടങ്ങി കേരളത്തിന്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരിലേക്കും ഈ സന്ദേശം എത്തിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൂഫാൻ എന്നൊരു ആക്ടിവിറ്റി നമ്മൾ നടത്തുന്നത്. അതിനുള്ള ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ഗവൺമെൻറ് അധികാരമേറ്റപ്പോൾ തന്നെ ബഹുമാനായ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു, നമ്മൾ ലഹരിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി സർക്കാർ പ്രവർത്തിക്കാൻ പോകുന്നു. ലഹരിയെ സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിനും പുതിയ തലമുറയെ ഒരു പുതിയ പൗരന്മാരാക്കി വളർത്തിയെടുത്ത് രാജ്യത്തിനും നാടിനും വീടിനും മുതൽക്കൂട്ടാകുന്നവരായി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട എല്ലാവിധ സംരംഭവും സർക്കാർ ഒരുക്കുന്നു. അതിനെതിരെ എല്ലാവിധ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നും അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസും എക്സൈസും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുകയും ഇതിനോടനുബന്ധിച്ച് പോലീസിൻ്റെ നേതൃത്വത്തിൽ തൂഫാൻ എന്ന് പേരിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംസ്ഥാനത്തെങ്ങും നടത്തി വരുന്നതും കിലോ കണക്കിന് കഞ്ചാവും MDMAയും മറ്റു ലഹരി മരുന്നുകളും പിടിച്ചെടുക്കുകയും നൂറുകണക്കിന് ആൾക്കാരെ നിയമവിധേയമായി ജയിലടക്കുകയും ചെയ്ത നടപടി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലഹരി വിമുക്ത ക്യാമ്പയിനുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് ചേട്ടന് നമ്മളുടെ 2 വാക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹം അറിയിച്ചു. അദ്ദേഹത്തിനോട് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം മദ്യം വിഷമാണ്, അത് കഴിച്ചില്ലെങ്കിൽ വിഷമമാണെന്ന് എല്ലാവരും പറയണത്. പക്ഷെ വെറും തോന്നല അതൊക്കെ. ഞാൻ പറയുന്നു, മദ്യം എന്ന് പറഞ്ഞ സാധനം, മദ്യം പുകവലി, ഇത് രണ്ടും കർശനമായിട്ട് നിർത്തലാക്കണം, അതിനെ എതിർക്കണം. അതിൽ ആര് കണ്ടാലും അത് പറഞ്ഞ്
മറ്റുള്ളവരോട് പറഞ്ഞ് അറിവുള്ളവരോട് പറഞ്ഞ് ആ കാര്യങ്ങൾ സംസാരിക്കണം. അതാണ് മെയിനായിട്ട്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ മദ്യത്തിന് അടിമകളായിക്കൊണ്ടുപോകുക. ഉറങ്ങണമെങ്കിൽ തന്നെ ഇപ്പോൾ ചരസോ കഞ്ചാവോ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇതൊക്കെ ഉപയോഗിച്ചെങ്കിലേ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അതായത് കോളേജ് പിള്ളേരും അതുപോലെയുള്ള കുട്ടികളൊക്കെ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാഹാലോചിച്ചൊരു വീട്ടിൽ ചെന്നപ്പോൾ ചെന്നു, ചേട്ടാ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് 2 എണ്ണം അടിക്കാതെ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന്. ആ കുട്ടി ആര് വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? വിവാഹം കഴിച്ചാൽ അവൻ കെട്ടിയവൻ കയറി ഒന്ന് കിടക്കുമ്പോൾ അവന് ഹസ്ബൻഡ് ഒന്ന് കിടക്കുമ്പോൾ എടാ എനിക്ക് 2 എണ്ണം എന്താ, അല്ലെങ്കിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന്. അതായത് മദ്യം കഴിച്ചിന് ചിലർക്ക് വേറെ ഉണ്ടാവും. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സ്ട്രോങ് ആയിട്ട് നമ്മൾ കർശനമായിട്ട് ഇതിനെ എതിർക്കണം. എതിർത്തേ പറ്റൂ. ഇപ്പോഴത്തെയുള്ള കുട്ടികളും എല്ലാവരും അതിനകത്ത് വന്നു കഴിയുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ഒരാൾ മദ്യപിച്ച് പോകണ കാണുമ്പോൾ നമുക്കറിയാം അവൻ കഴിച്ചിട്ടാണ് പോകുന്നതെന്ന്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ ശ്രദ്ധിക്കണം. ഞാൻ ഒരുപാട് കോമഡി പറയും, കോമഡി ആർട്ടിസ്റ്റും കൂടെയാണ്. അതായത് വെള്ളം കുടിച്ചിട്ട് പോകുന്നവനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവൻ്റെ മുന്നേ ഇങ്ങനെ ആടി ആടി പോകും. അപ്പം അവരൊക്കെ ഉദ്യോഗസ്ഥർ, അതുപോലെ ആയുഷ്മാൻ ഭവ ജില്ലാ ഹോമിയോ ആശുപത്രി അധികൃതർ, അതുപോലെ തന്നെ അവിടുത്തെ ഡോക്ടർ ജെറോം സാർ, മറ്റിവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് സംഘടിപ്പിക്കണമെന്ന് ആദ്യം ഞങ്ങളുടെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ജെറോം സാറിൻ്റെ പേരാണ്. ഞാൻ ഉടനെ ജെറോം സാറിനെ വിളിച്ചു, സംസാരിച്ചു. ഇപ്പോൾ സാറാണ് ഇവിടെ ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്തത്. ആദ്യം തന്നെ സാറിന് അതിനോട് ഒരു വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ചേർന്ന് നടത്തുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം ചെയ്തത് 2025-26 തീയതികളിൽ 26 വർഷങ്ങളിൽ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ റിപ്പോർട്ടായിട്ടുള്ള കേസുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കിയത് 6 പേരാണ് സ്റ്റേഷൻ ലിമിറ്റ് ഇപ്പോഴും ഉള്ളത്. അതിനകത്ത് 3 പേര് തന്നെ ഇപ്പോൾ മെൻ്റൽ കണ്ടീഷൻ ശരിയല്ലാതെ ഡി അഡിക്ഷൻ സെൻ്ററുകളിലും മറ്റും അഡ്മിറ്റാണ്. അപ്പോൾ ബാക്കിയുള്ള അന്വേഷണങ്ങളിൽ നിന്നും കണ്ടെത്തിയത് 16 മുതൽ 22 വരെ വയസ്സുകളുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ലഹരിക്ക് അടിമയായിരിക്കുന്നത്. അപ്പോൾ ലഹരി എന്നുള്ളത് ലഹരി ഉൽപ്പന്നങ്ങളിലോടായിരിക്കരുത്, മറിച്ച് രാജ്യത്തോടുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോടുള്ള സ്നേഹത്തിൻ്റെ, നാടിനോടുള്ള സ്നേഹത്തിൻ്റെ ആയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡിസൈനിങ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഗൗരിപ്രിയ ആറിനെ ക്ഷണിക്കുകയാണ്.